ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന വീഡിയോ അല്ലേ? എല്ലാവരും എപ്പോൾ നമ്മൾ ലൈവിൽ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അതിനടിയിൽ എപ്പോഴും വരുന്ന ഒരു കമൻറ്റാണ് മിസ്സേ പ്രോഗ്രാംസ്, ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് അതൊന്ന് ചെയ്തു തരണം അല്ലേ? അപ്പോൾ ഇപ്പോൾ മിസ് നിങ്ങൾക്ക് അതിനുള്ളൊരു ആൻസർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പ്രോഗ്രാംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് മിസ്സ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം പ്രോഗ്രാംസ് പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട് എന്നുള്ളൊരു വീഡിയോ മിസ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണും. അപ്പോൾ അതിൽ മിസ്സ് പറയുന്നുണ്ട് എത്രത്തോളമാണ് നമ്മളോട് ഒരു പ്രോഗ്രാം ചോദിക്കുക എക്സാമിന് എന്നുള്ളത്. അപ്പോൾ അവിടെ മിസ്സ് പ്രത്യേകം പറയുകയാണ് ഈ പ്രോഗ്രാം എന്ന് മിസ്സ് ഉദ്ദേശിച്ചത് ഫുള്ളായിട്ടൊരു പ്രോഗ്രാം കോഡ് എഴുതാൻ വേണ്ടി നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ, കുറച്ച് മക്കളൊക്കെ പറയുന്നത് കേട്ടു മിസ്സ് പ്രോഗ്രാംസ് ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോഡലിനൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ചോദിച്ചല്ലോ ഫുൾ പ്രോഗ്രാംസ് റിലേറ്റ് ചെയ്തിട്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് എന്തായാലും നമുക്ക് വരും. കാരണം നമ്മൾ +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്, കോഡിംഗ് ഒക്കെ പഠിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോർ ലൂപ്പ് തന്നിട്ട് അതിനെ വൈൽ ലൂപ്പ് ആക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ആക്കാനോ അപ്പം അങ്ങനെയുള്ള കോഡുകളൊക്കെ എന്തായാലും ചോദിക്കും. കോഡ് ഫ്രാഗ്മെൻറ്റ്സ് ചെയ്താനോ അങ്ങനെയൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അല്ലാതെ ഫുള്ളായിട്ടൊരു പ്രോഗ്രാം കോഡ് എഴുതാൻ എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് മിസ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫുള്ളായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന പ്രോഗ്രാം കോഡ് ഏതാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ മിസ് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു C++ പ്രോഗ്രാം ഫുൾ കോഡ് എഴുതാനായിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 15 പ്രോഗ്രാംസ് ആണ് മിസ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഈ 15 പ്രോഗ്രാം നിങ്ങളോട് ചോദിക്കും എന്നല്ല കേട്ടോ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മളോട് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോഗ്രാമാണ് ദാ മക്കളെ സം ഓഫ് 2 ഇൻറ്റിജർ നമ്പേഴ്സ്, 2 ഇൻറ്റിജർ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാം. അപ്പം ഈ 2 നമ്പേഴ്സ് ഉണ്ടാവും, അതിൻ്റെ സമ്മ് കാണാം. അപ്പോൾ ഏറ്റവും കൂടുതൽ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതാൻ മിസ്സേ ബേസിക് മുതൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. #include IO stream using namespace std int main. ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എന്താണ് സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ ഏതൊരു പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ആദ്യം തന്നെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുതാം #include IO stream using namespace std int main curly bracket ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനെ പറ്റി ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പച്ച കളറിലുള്ളതൊക്കെ എന്താണ് കമൻസ് ആണ് കേട്ടോ. കമൻസ് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് കമൻസ് എഴുതേ വേണ്ട, പ്രോഗ്രാം കോഡ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കണം ഈ പ്രോഗ്രാമിൽ നമുക്ക് ആരെയൊക്കെ ഡിക്ലെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനല്ലേ, 2 നമ്പറിന് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി വേണം. ആ സമ്മ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി വേണം അല്ലേ. അപ്പോൾ അതാണ് int num1, num2, sum അല്ലേ. പിന്നെ നമ്മൾ യൂസറിനോട് പറയാണ് എൻ്റർ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്താലല്ലേ നമുക്ക് അതിൻ്റെ സമ്മ് കാണാൻ പറ്റുള്ളൂ. 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആ 2 നമ്പേഴ്സിനെ നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഇൻപുട്ട് ചെയ്യാനാണ് cin num1 num2. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സമ്മ് കാണുകയാണ്. അപ്പോൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നുള്ളത് കമ്പൈലറിന് പറഞ്ഞു കൊടുക്കണം. അതാണ് സം ഈക്വൽ ടു num1 + num2. അപ്പോൾ num1ലുള്ള ആളെയും num2ലുള്ള ആളെയും കൂടി പ്ലസ് ചെയ്തിട്ട് ആ കിട്ടിയ വാല്യൂ ഏതിൽ സ്റ്റോർ ചെയ്യും? സം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് അത് പ്രിൻ്റ് ചെയ്യും. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യും. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം. ഓക്കെ, അതേപോലെ തന്നെ അടുത്തതാണ് 3 സ്കോറിൻ്റെ ആവറേജ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും സെയിം ആണ്. #include IO stream using namespace std int main ഒക്കെ കൊടുത്തു. ഇനി ആരൊക്കെ ഡിക്ലെയർ ചെയ്യാനുണ്ടെന്നുള്ളത് നോക്കുക. 3 സ്കോറിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പോൾ 3 സ്കോർ എൻ്റർ ചെയ്യണം, പിന്നെ ആവറേജ് വേണം അല്ലേ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ യൂസറിനോട് പറയുകയാണ് 3 സ്കോർ എൻ്റർ ചെയ്യൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ യൂസർ എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റർ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സ്റ്റോർ ചെയ്ത് നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ സെയിം പ്രോഗ്രാമാണ്. നേരത്തെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ കൊടുത്തതിന് പകരം ഇവിടെ എന്ത് കൊടുക്കുക, ആവറേജ് കാണാനുള്ള ഇക്വേഷൻ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. റേഡിയസ് എൻ്റർ ചെയ്യാൻ പറയുക. റേഡിയസ് എൻ്റർ ചെയ്യുന്നു, അത് വെച്ചിട്ടുള്ള ഏരിയൻ്റെ ഇക്വേഷൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊന്നും കമ്പൈലറിന് അറിയില്ല, ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇക്വേഷനൊക്കെ. അപ്പോൾ നോക്കിയേ #include IO stream using namespace std int main curly bracket ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ പൈൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തു ഡിക്ലെയർ ചെയ്തു അല്ലേ. ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ യൂസറിനോട് പറയുകയാണ് എൻ്റർ ദ റേഡിയസ്. നേരത്തെ നമ്മൾ 3 നമ്പേഴ്സിനെ എൻ്റർ ചെയ്യൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ പറയുകയാണ് റേഡിയസ് എത്രയാണെന്ന് എൻ്റർ ചെയ്യൂ. റേഡിയസ് എൻ്റർ ചെയ്താലല്ലേ നമുക്ക് ഏരിയയും പെരിമീറ്ററും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ
അല്ലേ മക്കളെ? അപ്പോൾ ഇതവിടെ അത് കഴിഞ്ഞ് നമ്മൾ ആ റേഡിയസിനെ ഇൻപുട്ട് ചെയ്തു, പിന്നെ ഇക്വേഷൻ കൊടുക്കുകയാണ്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ അല്ലേ? വെറുതെ ആർ സ്ക്വയർ എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? പൈ ഇൻറ്റു റേഡിയസ് ഇൻറ്റു റേഡിയസ്. അപ്പോൾ ഈ പൈ എത്രയാണെന്നൊന്നും കമ്പൈലറിന് അറിയാത്തതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എത്രയാണ് പൈൻ്റെ വാല്യൂ എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പെരിമീറ്റർ കാണാൻ 2 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് അല്ലേ, 2πr. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഏരിയ ഓഫ് സർക്കിൾ എത്രയാണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു, പെരിമീറ്റർ എത്രയാണെന്ന് പ്രിൻറ്റ് ചെയ്യാനും കൊടുത്തു. സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസാണ്. അപ്പോൾ നിങ്ങളോട് ഉറപ്പായിട്ടും സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമുകൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ +1 മക്കളാണ്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കട്ടി പ്രോഗ്രാംസ് ഒന്നും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹൈറ്റ്, 2 കുട്ടികളുടെ ഹൈറ്റ് കമ്പയർ ചെയ്തിട്ട് ആർക്കാണ് കൂടുതൽ ഹൈറ്റ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ ഇത് ഇഫ് എൽസ് ആണ് കേട്ടോ. അപ്പോൾ മക്കളെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് കുറേ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ആ ചാപ്റ്ററിലുള്ള എല്ലാ പ്രോഗ്രാമുകളും, അതായത് ആ പ്രോഗ്രാമുകളാണ് മിസ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ആ പ്രോഗ്രാമുകൾ പഠിക്കാം. കാരണം ആ ചാപ്റ്റർ നമുക്കൊരു 11ഓളം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അപ്പം ഒരു ഇഫ് എൽസോ അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിങ്ങോ ഇറ്ററേഷനോ ഒക്കെ കുറിച്ച് എസ്സേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. അല്ലെങ്കിൽ റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഇഫ് എൽസ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. അപ്പോൾ രണ്ട് കാര്യം അല്ലേ, പ്രോഗ്രാമായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും എസ്സേയിൽ ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാംസ് എഴുതാം. അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള പ്രോഗ്രാംസിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ ആണല്ലോ? യെസ്. പിന്നെ നമുക്ക് ഇവിടെയും അതേപോലെ ഹാഷ് ഇൻക്ലൂഡ്, യൂസിങ് നെയിം സ്പേസ്, ഇൻഡ് മെയിൻ ഒക്കെ കൊടുത്തു, ഡിക്ലെയർ ചെയ്യാനുള്ള 2 ഹൈറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ യൂസറിനോട് പറയുകയാണ് ഹൈറ്റ് എത്രയാണ് എന്നുള്ളത് എൻ്റർ ചെയ്യൂ. അപ്പോൾ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സീനിൽ അല്ലേ ഇൻപുട്ട് ചെയ്തു. ഇനി നോക്കുകയാണ് ഇഫ് ഹൈറ്റ് 1 ഗ്രേറ്റർ ദാൻ ഹൈറ്റ് 2, ഒന്നാമത്തെ ഹൈറ്റ് രണ്ടാമത്തെ ഹൈറ്റിനേക്കാളും ഗ്രേറ്റർ ആണോ? ഗ്രേറ്റർ ആണെങ്കിൽ അത് ആണ് ടോളർ എന്ന് പ്രിന്റ് ചെയ്യാം. എൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സീ ഔട്ട് സ്റ്റുഡൻസ് വിത്ത് ഹൈറ്റ് h2 ഈസ് ടോളർ. h2 ഹൈറ്റ് ഉള്ള ആളാണ് ടോളർ എന്ന് എഴുതുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ 2 കുട്ടികളുടെ ഹൈറ്റ് കമ്പയർ ചെയ്തുകൊണ്ട് ആരാണ് ടോളർ എന്ന് പറയുന്ന പ്രോഗ്രാം. ഓക്കെ, അടുത്തത് നമുക്കൊരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഈ ഒരു പ്രോഗ്രാം ആയിരുന്നു നിങ്ങളോട് മോഡൽ എക്സാമിന് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ജസ്റ്റ് എങ്ങനെയാണ് ആദ്യം നമ്മുടെ സ്ട്രക്ചറൊക്കെ കൊടുത്തു. എങ്ങനെയാണ് ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ നമ്മൾ കണ്ടുപിടിക്കാം? എങ്ങനെയാണ്? യെസ്, നമ്മൾ റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ ആ നമ്പർ ഈവൻ നമ്പറാണ്. എൽസ് അല്ലെങ്കിൽ ആ നമ്പർ ഓഡ് നമ്പറാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു പ്രോഗ്രാമാണ് 3 നമ്പേഴ്സ് കൊടുത്തിട്ട് ആരാണ് ഏറ്റവും വലിയ നമ്പർ. ഇത് നമ്മുടെ നെസ്റ്റഡ് ഇഫിൻ്റെ എക്സാമ്പിളാണ്. നെസ്റ്റഡ് ഇഫിൻ്റെ എക്സാമ്പിളാണ്. 3 നമ്പേഴ്സിൽ ഏതാണ് ലാർജർ എന്ന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അവിടെയും ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, യൂസിങ് നെയിം സ്പേസ് STD, ഇൻ്റെ മെയിൻ ഡിക്ലെയർ ചെയ്യാനുള്ള ആൾക്കാരെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് പറയാണ് 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യൂ. അപ്പോൾ എൻ്റർ ചെയ്യാണ്, അതിന് ഇൻപുട്ട് ചെയ്യാനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ് ഒന്നാമത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാളും വലുതാണോ? ആണ്. സെറ്റാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കണം ഒന്നാമത്തെ നമ്പർ മൂന്നാമത്തെ നമ്പറിനേക്കാളും വലുതാണോ അല്ലേ? രണ്ടും വലുതാണെങ്കിൽ നമുക്ക് പറയാം യെസ് എക്സ് ആണ് ഏറ്റവും വലിയ നമ്പർ നമുക്ക് പറഞ്ഞൂടെ? അതല്ലേ ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ആണെങ്കിൽ നമുക്ക് പറയാം ലാർജസ്റ്റ് നമ്പർ എക്സ് ആണ്. ഇനി അല്ല, ഇത് ശരിയാണ്, എക്സ് ആണ് വലുത്, വൈനേക്കാളും വലുത് എക്സ് ആണ്, പക്ഷേ സെഡിനേക്കാളും വലുതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സെഡ് ആണ് ഏറ്റവും വലിയ നമ്പർ അല്ലേ? ഇനി ഇതന്നെ കണ്ടീഷൻ തെറ്റിപ്പോയി, എക്സ് വൈനേക്കാളും വലുതല്ല, എക്സ് അല്ല വലുത്. അങ്ങനെയാണെങ്കിൽ നേരെ ഇതിൻ്റെ എൽസ് പാർട്ടിലേക്കാണ് വരിക. ഈ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നേരെ ഇതിൻ്റെ എൽസ് പാർട്ടിലേക്കാണ് വരിക. എന്നിട്ട് അവിടെയുള്ള ഇഫ് നോക്കും, വൈ സെഡിനേക്കാളും വലുതാണോ? എക്സിന് ഇനി വേണ്ട, കാരണം എക്സ് സെഡിനേക്കാളും വലുതല്ല എന്ന് പറഞ്ഞു. ഇനി വൈനെ നോക്കുക, വൈ ആണ് സെഡ് വലുതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ലാർജസ്റ്റ് നമ്പർ വൈ ആണ്. എൽസ് അല്ലെങ്കിൽ നമുക്ക് പറയാം സെഡ് ആണ്. ഇത്രയേ ഉള്ളൂ 3 നമ്പേഴ്സിൽ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം.
ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഗിവൺ സ്കോറിൽ ഗ്രേഡ് കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് 80 മാർക്കിനേക്കാളും മുകളിലാണെങ്കിൽ നമുക്ക് പറയാം എ ഗ്രേഡാണ്, 60 മാർക്കിനേക്കാളും മുകളിലാണെങ്കിൽ ബി ഗ്രേഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക നോക്കി, ഇത് ഇഫ് എൽസ് ഇഫ് ലാഡർ ആണ് കേട്ടോ. അപ്പം ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം മ്യൂസിക് നെയിം സ്പേസ് STD ഇൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം സ്കോർ എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ സ്കോർ എൻ്റർ ചെയ്തു. ഇനി നമ്മൾ നോക്കുകയാണ് ആ സ്കോർ 80നേക്കാളും വലുതാണോ? ആണെങ്കിൽ ഈ കാര്യമാണ് ചെയ്യുക. എന്താണ്? സി ഔട്ട് എ ഗ്രേഡ് ആണെന്ന് പ്രിന്റ് ചെയ്യും. ഇനി അല്ല, ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നേരെ ഇങ്ങോട്ടാ വരിക. എൽസ് ഇഫ് എന്താണ്? സ്കോർ 60നേക്കാളും വലുതാണോ? ആണെങ്കിൽ പിന്നെ നമ്മൾ പറയാം ബി ഗ്രേഡ് ആണ്. എൽസ് ഇഫ് അല്ലെങ്കിൽ 40നേക്കാളും വലുതാണ്. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ യെസ്, ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അതായത് 1 മുതൽ 10 വരെ. ഈ ക്വസ്റ്റ്യൻ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ മിസ് അവിടെ സ്റ്റാർ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള ഇതിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുവരെ പറഞ്ഞതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഇതാ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സം ഓഫ് ഇൻഡിജസ് നമ്പേഴ്സ്. അതേപോലെ തന്നെ ഇത് പഠിക്കുക, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾസ്. അതേപോലെ തന്നെ ഈവൻ നമ്പർ ഓർ ഓഡ് നമ്പർ നമ്മളോട് SL ചോദിച്ചു അല്ലേ, നമ്മളോട് ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പം 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇത് പ്രിൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി, ആദ്യം നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം മ്യൂസിക് നെയിം സ്പേസ് ഇൻ്റെ മെയിനൊക്കെ കൊടുത്തു. ഇനി നമുക്കറിയാം 1 മുതൽ 10 വരെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത് എന്നിൻ്റെ വാല്യൂ 1 എന്നാണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 1 എന്ന് കൊടുത്തു. ഇനി ഇവിടെ എന്നിൻ്റെ വാല്യൂ 10 ആവുന്നവരെ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ കണ്ടീഷൻ എന്താ കൊടുക്കുക? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഗ്രേറ്റർ ദാൻ ആയ അപ്പം നിർത്തണം, പിന്നെ ചെയ്യണ്ട. ഓക്കെ, എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യുക. അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ഔട്ട് n എന്ന് കൊടുത്തത്. ഇനി അത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം ആദ്യം എന്നിൻ്റെ വാല്യൂ 1 ആണ്, പിന്നെ അത് 2 ആക്കണ്ടേ. അതിനാണ് പ്ലസ് n. പ്ലസ് n എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, n+1. ഇതിനെയാണ് നമ്മൾ പ്ലസ് n എന്ന് പറയുന്നത്. അപ്പം ഇൻക്രിമെൻ്റ് ചെയ്തു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ 10 ആവുന്നവരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വൈൽ ലൂപ്പ് തന്നിട്ട് അതിനെ ഫോർ ലൂപ്പ് ആക്കാനും ഫോർ ലൂപ്പ് തന്നിട്ട് അതിനെ വൈൽ ലൂപ്പ് ആക്കാനും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് സിൻടാക്സ് അറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, അപ്പം നമ്മുടെ ലൈവിൽ വരാം. ആ ഭാഗങ്ങളൊക്കെ ഫുൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് സിൻടാക്സ് മാറ്റി എഴുതുക. ഇതിൽ ഇനീഷ്യലൈസേഷൻ എവിടെയാണോ ഉള്ളത്, ഇപ്പോൾ ഫോർ ലൂപ്പിൽ എവിടെയാണോ ഇനീഷ്യലൈസേഷൻ അങ്ങോട്ട് എഴുതുക. ഇവിടെ എവിടെയാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ, ഫോർ ലൂപ്പിൽ എവിടെയാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കുക, അങ്ങോട്ട് എഴുതുക. അപ്ഡേഷൻ എവിടെയാണ് നോക്കുക, ആ അപ്ഡേഷൻ ഫോർ ലൂപ്പിൽ എവിടെയാണോ വേണ്ടത് അവിടെ എഴുതുക. അപ്പം അങ്ങനെ സിൻടാക്സ് അറിയെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സം ഓഫ് നമ്പേഴ്സ് അപ് ടു 20. ഇതും ചോദിച്ചിട്ടുള്ള പോർഷനാണ്. സം ഓഫ് നമ്പേഴ്സ് ഒരു 20 നമ്പർ. അപ്പോൾ 20 തന്നെ ഇത് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു 10 ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അതെനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കരുത്. അതാണ് പ്രോഗ്രാംസ് നമ്മൾ ബൈഹാർട്ട് പഠിക്കാനേ പാടില്ല എന്ന് പറയുന്നത്. ഇവിടെ 20 തന്നിട്ടുണ്ടെങ്കിൽ അത് ലിമിറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ 10 ചോദിച്ചെന്നുണ്ടെങ്കിൽ 10 എഴുതതിന് പകരം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം മ്യൂസിക് നെയിം സ്പേസ് ഇൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഡിക്ലെയർ ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് കണ്ടീഷൻ നോക്കുകയാണ്, 20 ആവുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പം ഇനീഷ്യലൈസേഷൻ 2 ആണ് കൊടുക്കേണ്ടത്. 1 നമുക്ക് വേണ്ട, 2 മുതലാണ് തുടങ്ങേണ്ടത്. ഇൻക്രിമെൻ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ i+2 ആണ്. 2 ആയിട്ടാണ്. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 ഡിഫറൻസിലല്ലേ വരിക. അപ്പം അതിനാണ് ഇവിടെ i+2. എന്നിട്ട് എല്ലാവരുടെയും സമ്മ് കാണാനാണ് ഇത്. അപ്പോൾ ഈ സമ്മ് ഇങ്ങനെ കാണും. ഏതുവരെ കാണും? ഐൻ്റെ വാല്യൂ 20 എത്തുന്നത് വരെ ചെയ്യും. അപ്പോൾ 2 മുതൽ 20 വരെ. അപ്പോൾ 2 ചെയ്യും, പിന്നെ 4 ചെയ്യും, 2 + 4, പിന്നെ അടുത്ത 6, പിന്നെ 8, 10, അങ്ങനെ 20 വരെ ചെയ്യും. 20 ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, സം ഓഫ് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് സം ഓഫ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, യെസ്. അടുത്തത് നമുക്ക് ആവറേജ് കാണാനുള്ളൊരു പ്രോഗ്രാമാണ്.
ഓക്കെ, n സ്റ്റുഡൻസിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് n സ്റ്റുഡൻസിൻ്റെ ആവറേജ് കാണുക, അതിൻ്റെ സമ്മ് കാണുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, യൂസിങ് ആഷ് ഇൻക്ലൂഡ്, യൂസിങ് നെയിം സ്പേസ്, ഇൻ്റെ മെയിൻ ഡിക്ലെയർ ചെയ്യാനുള്ള ആൾക്കാരെ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് ചോദിച്ചു. നമ്മൾ ആ എത്രയാണോ സ്റ്റുഡൻസ് അതിനെ n എന്ന് പറഞ്ഞ വാരിയബിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ഫോർ ലൂപ്പാണ് കൊടുത്തത്. ഫോർ ലൂപ്പിൽ നമ്മൾ പറയാണ് ആദ്യം സ്കോർ എത്രയാണ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ആവറേജ് കാണണം അല്ലേ. അപ്പോൾ അതാ സം ഈക്വൽ ടു സം പ്ലസ് സ്കോർ. ഇതെന്താ ചെയ്യണത്, ആ മൊത്തം സ്കോറിൻ്റെ സമ്മ് കാണുകയാണ്. അതായത് എത്രയാണോ ആ കുട്ടീൻ്റെ സമ്മ് എൻ്റർ ചെയ്തിട്ട് സ്കോർ എൻ്റർ ചെയ്തിട്ടുള്ളത് ആ സ്കോറിൻ്റെ ഒക്കെ സമ്മ് കാണുക. സമ്മ് കണ്ടിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് ആവറേജ് കിട്ടുക അല്ലേ. 10 കുട്ടികളാണെങ്കിൽ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുക. അപ്പോൾ ആ ഇക്വേഷനാണ് അതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവറേജ് പോയിന്റും കൂടി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് കൊടുത്തത് കേട്ടോ. ഫ്ലോട്ട് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തത് അതുകൊണ്ടാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മളത് പ്രിൻ്റ് ചെയ്യാം. ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, n സ്റ്റുഡൻസിൻ്റെ ആവറേജ് കാണാനുള്ള പ്രോഗ്രാം. ഓക്കെ, അതേപോലെ തന്നെ ട്രയാങ്കിൾ ഓഫ് സ്റ്റാർസ് ഉണ്ട്. അതായത് മക്കളെ നമുക്കിതാ ഇവിടെ 1 സ്റ്റാർ, 2 സ്റ്റാർ, പിന്നെ 3 സ്റ്റാർ, അങ്ങനെ ട്രയാങ്കിൾ ഓഫ് സ്റ്റാർസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ഇത് പഠിച്ചു വെക്കുക. ഈ പ്രാവശ്യം നമുക്ക് ഏത് രീതിയിലാണ് പോസ്റ്റ് ക്വസ്റ്റ്യൻസ് വരാമെന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഏകദേശം ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് മിസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസിങ് IO സ്ട്രീം, യൂസിങ് നെയിം സ്പേസ്, ഇൻ്റെ മെയിൻ ഡിക്ലെയർ ചെയ്യാനുള്ള ആളൊക്കെ ഡിക്ലെയർ ചെയ്തു. ആദ്യം CH എന്ന് പറഞ്ഞ ആ ഒരു വാരിയബിളിൻ്റെ ഉള്ളിലേക്ക് സ്റ്റാറിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യല്ല, സ്റ്റോർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇനി ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. നമുക്ക് എത്ര എണ്ണം വേണ്ടിയത്, 5 എണ്ണമാണ് വേണ്ടിയത്. എന്നിട്ട് /n എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു പുതിയ ലൈന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയ ലൈനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ് ആ CHനെ പ്രിൻ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും, അത് കഴിഞ്ഞ് വീണ്ടും അതൊക്കെ ലൂപ്പിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ 5 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 1, പിന്നെ 1, 2, അങ്ങനെ നമ്മൾ 5 വരെയാണ് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾസ് നമ്മൾ പ്രിൻ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഓഫ് സ്റ്റാർസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം. ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ, ചോദിച്ചിട്ടുള്ള പ്രോഗ്രാമൊന്നുമല്ല. ഇനി ലാസ്റ്റ് ആണ് പ്രൈം നമ്പർ ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കുകയാണ്. അതായത് യൂസറിനോട് നമ്പർ എൻ്റർ ചെയ്യാൻ പറയാം, എന്നിട്ട് യൂസർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യണം അത് പ്രൈം നമ്പർ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതാ #include IO stream. അപ്പോൾ ഇവിടെ നമ്മൾ CSTD_lib എന്ന് പറഞ്ഞ ഒരു ഹെഡർ ഫയലും കൂടി ആഡ് ചെയ്യണം. യൂസിങ് നെയിം സ്പേസ് STD ഇൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ഇതാ ഇവിടെ എന്ത് കൊടുക്കുകയാണ്, ഡിക്ലെയർ ചെയ്തിട്ട് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആ നമ്പറിനെ നം എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫോർ ലൂപ്പാണ് കൊടുക്കുന്നത്. അപ്പം നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലാണ്. അപ്പോൾ 2 ആണോ നോക്കുക. എന്നിട്ട് ആ നമ്പറിനെ ഈ നം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു നമ്പറായിട്ട്, അതായത് ഇവിടെ അപ്പം ഗിവൺ നമ്പർ കൊടുത്തു, ആ നമ്പർ പ്രൈം ആണോ അല്ലേന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ നമ്പറിനെ എന്ത് ചെയ്യാണ്, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴാണോ ഐനേക്കാളും, ഐൻ്റെ വാല്യൂ നമ്മളിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഓരോ പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐൻ്റെ വാല്യൂ ചെറുതാണോ എന്ന് ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെക്ക് ചെയ്യണം, അതിനേക്കാളും വലുതാകുമ്പോൾ നിർത്തണം. അപ്പോൾ ഇവിടെ നോക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുള്ളൂ. ഓക്കെ, കടത്തി വിട്ടു. ഇനി നമ്മൾ നോക്കുകയാണ്, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു പ്രൈം നമ്പർ അല്ല. ഓക്കെ, പ്രൈം നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം യെസ് അതൊരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് C++ പ്രോഗ്രാമിൽ. അപ്പോൾ നിങ്ങൾ ഇനി +2 എത്തിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്യാൻ പോകുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തിയറിക്ക് നമ്മളോട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഇത്രയും ഭാഗങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് മാത്രമല്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം മിസ് ഫിൽട്ടർ ചെയ്ത് എടുത്തതാണ്.
ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമുകളെങ്കിലും എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഫുൾ മാർക്ക് വേണം എന്നുള്ള എല്ലാവരും ഈ പ്രോഗ്രാംസ് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പ്രോഗ്രാംസ് മാത്രമല്ല, നമുക്ക് തിയറിയും എല്ലാത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. 7:30 മിസ് സായി സാർ വരുന്നുണ്ടാവും. അപ്പോൾ അറ്റൻഡ് ചെയ്യുക, കറക്റ്റായിട്ട് വന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ, അപ്പോൾ +2ലും നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് ആക്കണം. അപ്പോൾ +2ൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉയരെ ബാച്ച് ഉണ്ട്. ഉയരെ ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. 7592092022 എന്ന് പറഞ്ഞ ആ ഒരു നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ മക്കളെ? യെസ്, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.